ഹലോ ഗൈസ്, റമദാൻ 21 വ്ലോഗിലേക്ക് സ്വാഗതം. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി മുറിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ കഴുകി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, കഴുകാൻ വെച്ചതാണ്. അതിന് ശേഷം നമ്മുടെ ചട്ടിയിലേക്ക് വഴറ്റാൻ വേണ്ടി ഉള്ളിയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് മുളകും ബാക്കിയുള്ള സാധനവും ഉള്ളിയും തക്കാളിയും പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡിയാവാറായിട്ടുണ്ട്. ഇതാ നമുക്ക് അതിന് മുകളിലേക്ക് ചിക്കനും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടു. പിന്നെ ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതാ തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതാണ്. ഇത് പിന്നെ മുട്ടപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അതിലേക്ക് ഇളക്കി കൊടുത്ത് ലേശം മുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതാ നമ്മുടെ മുട്ടപ്പത്തിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയായി. നമ്മൾ 2 തരമാണ് ആക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു തരമാണ്. അതിലേക്ക് മല്ലിച്ചപ്പ്, തേങ്ങ അതൊക്കെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കുകയാണ്. ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ മുട്ട തൊലിഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് മുറിച്ച് പൊളപ്പാക്കി കൊടുക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ ഒന്ന് കാമ്പ് മാറ്റുകയാണ്. എന്നിട്ട് ഇത് നമ്മുടെ ഫസ്റ്റാക്കിയ മസാലയാണ്. ഇനി നമുക്ക് പണിയിലേക്ക് കടക്കാം. ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്, ഓരോ ഇതുമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ മസാല ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇത് പകുതിയാക്കും, അതിന് ശേഷമാണ് മറ്റേത് പകുതിയാക്കുന്നത്. ബാക്കിയുള്ളത് മറ്റേതാക്കും. എല്ലാം ആക്കി വെക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് മറ്റേ മസാല ചേർത്ത് കൊടുക്കുന്നതാണിത്. ഇതാ കണ്ടോ. എന്നിട്ട് 2 കൂട്ടി യോജിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാത്തിലേക്കും ചേർത്ത് കൊടുക്കുകയാണിത്. പിന്നെ നമ്മൾ അടുത്ത നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതാ 2 കൂട്ടി യോജിക്കുകയാണ്. റമദാൻ 21 വ്ലോഗാണ്. ഫോണ് അനിയൻ തരാത്തത് കൊണ്ടാണ് വൈകുന്നത്. അപ്പം ഇനിയുള്ള വീഡിയോസ് 2-3 വീഡിയോസ് ആക്കിയിട്ട് ഇടേണ്ടി വരും. ഇനി ഒരു നോമ്പ് ഉണ്ടോ ഇല്ലേ എന്ന് തന്നെ അറിയില്ല. ഓക്കെ, അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഇനി നമ്മൾ ഇളനീർ ജ്യൂസാണിത്. ഇതാ കണ്ടോ. ഇത് നമ്മൾ ഇതാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതാ നോക്കൂ. ഇളനീർ നമ്മൾ ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് അത് ഇതിലേക്ക് പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്ന ദൃശ്യമാണ്. വെള്ളമാണോ ഇളനീറാണോ എന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളനീരാവാൻ തന്നെയാണ് സാധ്യത. ഇളനീർ വേണം. നമുക്കിത് മുട്ട പൊരിക്കാനുള്ള മാവാണിത്. അപ്പോൾ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എണ്ണച്ചട്ടി ഗ്യാസിലേക്ക് വെക്കാം. അതിനുശേഷം എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമ്മൾ നേരെ മുട്ട ഇട്ട് പൊരിച്ച് കൊടുക്കുകയാണ്. ഇതാ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ ഇതാ എല്ലാം ഇട്ട് കൊടുത്ത് ഇതാ ഇത്ര റെഡി ആയിട്ടുണ്ട്. അത് ഓരോന്ന് കായുന്ന വിധത്തിൽ ഓരോന്നെടുത്ത് വയ്ക്കുകയാണ്. ഇനി അടുത്ത സെക്ഷൻ 3-3 വെക്കാൻ കഴിയും. ചെറിയ ചട്ടിയായതുകൊണ്ട്. അപ്പം ഓക്കെ, ബായ്. പിന്നെ നമ്മൾ സമയമായപ്പോൾ ബാങ്ക് വിളിച്ചു. അപ്പം നോമ്പ് മുറിച്ചു. പിന്നെയുള്ളത് നിങ്ങൾ കണ്ടുക. അടുത്ത വീഡിയോ ഇപ്പോൾ തന്നെ ഉടനെ തന്നെ ഇടും.